ഒരു ഐറ്റം ഗപ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഇത്രയും ടാങ്ക് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ക്യൂബ് അക്വാറ്റിക്സിലെ ഗപ്പികളെയും പെറ്റാസിനെ കണ്ടു മൊത്തമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് എടുക്കാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റി ഗപ്പികളാണ് അല്ലേ, ക്യൂബ് അക്വാറ്റിക്സിലെ. അപ്പോൾ എത്ര വെറൈറ്റി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്? അപ്പോൾ പ്രീമിയം വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ എത്ര ഐറ്റം ഉണ്ട്? പ്രീമിയം വെറൈറ്റി നമുക്ക് അത്യാവശ്യം ഉണ്ട്, ഒരു 30-40 വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രീമിയം ക്വാളിറ്റിയിൽ അപ്പോൾ വളരെ കുറച്ച് മാത്രമേ പേരാൾ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ, ക്വാളിറ്റി ചെയ്ത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റം ഉണ്ട്, റെഡ് ഇയർ കോയി. അത് ഇവിടെ ഒരു സംഭവം, അതായത് സംഭവമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. വിശദമായിട്ട് വീഡിയോ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഐറ്റംസ് ഗപ്പികൾ നോക്കല്ലേ, കാണാലോ, നോക്കാം. അപ്പോൾ ഡിസ്പ്ലേക്ക് ഇവിടെ അക്വാറിയത്തിൽ നമ്മൾ ഗപ്പികൾ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ കുറച്ച് നമ്മളെ ഡ്രമ്മിലും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡ്രമ്മിലുണ്ട്. ഇത് നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ഒരു സിസ്റ്റം ടാങ്കിന്റെ സെറ്റപ്പ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഏതാ നോക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് യെല്ലോ മൊസൈക്കിന്റെ റിബൺ വെറൈറ്റി നോക്കിയാലോ. ഇതാണ് ഐറ്റം അല്ലേ? അതെ, ഇതാണ് യെല്ലോ മൊസൈക്ക് റിബൺ. യെല്ലോ മൊസൈക്ക് റിബണ്. നമ്മൾ ആ ഫീമെയിൽ അതിലേക്ക് വിട്ടാൽ തന്നെ ഗ്ലാസ് ഫുൾ ഫില്ലായില്ലേ? അത്രയും വലിപ്പം വെക്കും അല്ലേ ഫീമെയിലൊക്കെ? ഫീമെയില് നല്ല സൈസ് വരും, മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു റിബൺ ആയിട്ടല്ലേ? കാരണം ഫീമെയിലിന്റെ ടൈലൊക്കെ ഉണ്ട്, നല്ല പ്രിന്റും ഒക്കെ വരും, നല്ല ക്വാളിറ്റിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ അതൊക്കെ മാർക്കറ്റൊക്കെ റേഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങും? മാർക്കറ്റിൽ നമുക്കൊരു ഏകദേശം ഒരു 200 രൂപ തുടങ്ങി നമുക്ക് ഇവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. ഈ ഫിഷിന്റെ റേറ്റ് അല്ല പറഞ്ഞത്, ടോട്ടല് നമ്മൾ പ്രീമിയം ക്വാളിറ്റികൾ സെല് ചെയ്യുന്നത് ഒരു 200 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1000 രൂപ വരെ ആ റേഞ്ചിലുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡിപ്പെൻസ്, ആ ബ്രീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും റേറ്റിൽ. അടുത്തത് ഇത് നമ്മുടെ യെല്ലോ മൊസൈക്കിന്റെ തന്നെ നോൺ റിബൺ വെറൈറ്റി. നമ്മൾ നേരത്തെ കണ്ട റിബണിന്റെ നോൺ റിബൺ അല്ലേ? ആ കണ്ടതിന്റെ നോൺ റിബൺ ടൈപ്പ് ആണത്. ഇതും ഈ പറഞ്ഞ മാതിരി മെയിലും ഫീമെയിലും നല്ല പ്രിന്റ് ഒക്കെ വരുന്ന ടൈപ്പ് വെറൈറ്റി വരുന്നത്. ഡോർസലും ടൈലും ഒക്കെ നല്ല രസമായിട്ട് റിബണിന്റെ ക്വാളിറ്റി ഇതിലും കിട്ടും. കിട്ടും. അത്യാവശ്യം നല്ല സെറ്റായിട്ട് വരുന്നൊരു ഫിഷാണ്. ഇതിപ്പോ ഇത് നമ്മളുടെ പർപ്പിൾ ഇയർ കോയി. പർപ്പിൾ ഇയർ അല്ലേ? നമ്മള് കണ്ടത് ബ്ലൂ ഇയർ, വൈറ്റ് ഇയർ ഒക്കെ, ട്രാൻസ്പെറന്റ് ഇയർ ഒക്കെ. ഇത് പർപ്പിൾ കളറാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. അൽബിന വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇവിടെ പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോ എങ്ങനെ കറക്റ്റ് സ്റ്റേബിൾ അല്ലേ അത്? ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഇയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. കോയിയാണ്, എല്ലാം സെറ്റാ, അടിപൊളിയാണ്. ഇത് റെഡ് ആയിട്ടുള്ളത്, ഇത് നമ്മളുടെ ഫുൾ റെഡിന്റെ റിബൺ, അത്യാവശ്യം ഗൾവിങ് കൂടെ വരുന്ന ഒരു ടൈപ്പ് വെറൈറ്റി ആണത്. ഫീമെയിലിനും ആ ഒരു ട്രാൻസ്പെറന്റ് ഇയർ കാണിക്കും അല്ലേ? വരും, അത്യാവശ്യം നല്ല രീതിയിൽ വരും. ഓക്കെ, ഇതൊക്കെ പുതിയ ഐറ്റംസ് ഇറങ്ങിയതാ അല്ലേ? അത്യാവശ്യം അധികം പഴക്കില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഓക്കെ, നല്ല ബോഡി തിക്നെസ്സും വരും അല്ലേ? എല്ലാം ഉണ്ട്, അത്യാവശ്യം നൈസാണ്. ഇതിപ്പോ കാണിക്കുന്നത് ഇത് നമ്മളുടെ സിൽവറാഡോ അല്ലേ? സിൽവറാഡോയിൽ തന്നെ റെഡ് ടൈല് റെഡ് ഇയർ വെറൈറ്റി. റെഡ് ടൈലും റെഡ് ഇയറും രണ്ടും കൂടി കൂടിയത് വന്നത് അല്ലേ സിൽവറാഡോയില്? അതെ. ഓക്കെ, ഇത് പുതിയ ഐറ്റംസ് ഇറങ്ങിയതാ? ഇതെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അധികം മാർക്കറ്റിൽ അങ്ങനെ വരാത്തൊരു ടൈപ്പുകളിലൊന്നാണത്. സെലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അടുത്തത് ടെയിലാണ് പ്രാധാന്യമുള്ളത് അല്ലേ? അതെ, ഇത് നമ്മളുടെ ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറയുന്ന വെറൈറ്റി. ഇത് നോൺ റിബൺ ആണ് കാണിക്കുന്നത്. നോൺ റിബൺ ആണ്, ഇതിന്റെ തന്നെ റിബണും നമ്മുടെ അവൈലബിൾ ആണ്. ഓക്കെ, നല്ല ടെയിൽ വരും അല്ലേ? അടിപൊളി. ഓക്കെ, ഇതിപ്പോ ഒരു സോളോ ആയിട്ട് കാണിക്കുന്നത്, ഇത് നമ്മുടെ കൊയ് സോളോ, ആൽബിനോക്കോയുടെ സോളോ വരുന്നത്. സോളോ ടൈല് നമുക്ക് ഇത് അങ്ങനെ അധികം പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഒരു ഐറ്റം അല്ല. അതെ അതെ, സോളോ ടൈലിന് തന്നെ ഒരു സത്യം പറയുകയാണെങ്കിൽ വേറൊരു ഫാൻ ബേസ് ഉണ്ട്. കുറെ ആളുകള് സോളോ മാത്രം ചോദിച്ചു വരുന്നവരുണ്ട്. അതെ, ഇതിലിപ്പോ നമുക്ക് ഈ സോളോനല്ലേ കിട്ടുള്ളൂ, വേറെ സോളോ അല്ലാത്തതും കിട്ടുന്നുണ്ടോ? സോളോ അല്ലാത്തതും വരും കുറച്ചൊക്കെ. സോളോയില് നമുക്ക് 100% ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം സോളോ ടൈല് ഇതിന് ഇറങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റം പ്രീമിയം ഗപ്പികൾ നോക്കിയല്ലേ? ഇനി നോക്കാനുള്ളത് ഒരു ഐറ്റം ഗപ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഇത്രയും ടാങ്ക് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അത് ഏത് ഐറ്റം? ഇത് നമ്മളുടെ റെഡ് ഇയർ കോയി. റെഡ് ഇയർ കോയി.
അത് ഏത് സമയത്തും ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ പ്ലാറ്റിനറ്റിൻ്റെ പോലെ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ പോലെ എപ്പോഴും ഇത് ആളുകൾ ചോദിച്ചു വരും. അതുകൊണ്ടായിരിക്കും ഇത് കൂടുതൽ വിപുലാക്കുന്നത് അല്ലേ? ഇതിനകത്ത് പിന്നെ നമുക്കും പേഴ്സണലി ഒരു താല്പര്യമുള്ള ഒരു അപ്പോൾ റെഡ് ഇയർ കോയിക്ക് മാത്രമാണ് ഈ കാണുന്ന ഫുൾ സെറ്റപ്പ്. ഇനിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ഏരിയ കുറച്ചുകൂടി വിപുലാക്കുകയാണ്. അതെ, വിപുലാക്കണം. അപ്പോൾ അത്രയും പക്ക ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സെക്ഷനിൽ നമ്മളെ റെഡ് ഇയർ കോയി. അത് റെഡ് ഇയർ അത് അങ്ങനെ എല്ലാത്തിനും ഇയർ കിട്ടുന്നതാണോ? എല്ലാത്തിനും നമുക്ക് അത്യാവശ്യം, അതായത് അതിനൊരു എന്താ പറയാ, കുട്ടികൾക്കൊക്കെ നമുക്ക് ഇയർ വരാനായിട്ടൊരു കാലഘട്ടം കൊടുക്കണം. ഒന്ന് എന്താ പറയാ, മുതിർന്ന് വരണം എന്നാണ് നമ്മൾ പറയാ. അഡൾട്ട് സ്റ്റേജിലാണ് ഇവർക്ക് ആ ഒരു ക്യാപ്പ് കയറി വരുന്നതും ഇയർ റെഡായി വരുന്നതും ഒക്കെ. നമ്മൾ 1 മാസം 2 മാസം കൊണ്ടൊന്നും ചിലപ്പോൾ അവർക്ക് ആ ഒരു കളർ വരില്ല. അപ്പൊ ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഈ കളർ കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ റെഡ് ഇയർ കോയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതിനെല്ലാത്തിനും നമുക്ക് കളർ കയറി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനും കളർ കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കഴിക്കുന്ന ഫിഷുകൾ, ബ്രൂഡുകൾ കണ്ടാലറിയാം അത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് നമ്മൾ തരംതിരിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇയർ വരിക എന്ന് പറയുന്നത് നമുക്കൊരു സ്പോട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരു ടൈം, ഒരു കുഞ്ഞ് ജനിച്ച് അതിനൊന്ന് മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തിയാലാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുള്ളൂ. അതെ. അപ്പോൾ നമുക്ക് ആ കൊയ് നമുക്ക് ഫിഷ് നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് അതിൻ്റെ ടോപ്പി ഒക്കെ അപ്പോൾ നോക്കി നോക്കാം. ഓക്കെ. അപ്പൊ ഇത് ബ്രൂഡിന് വേണ്ടിയിട്ടാണ് ഈ ബേസിനൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇതില് ബ്രൂഡ്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ പ്രായമാവുന്നവരെ നമ്മൾ ബ്രീഡിംഗ് ബോക്സിലേക്ക് മാറ്റും. പിന്നെ അത്യാവശ്യം ബ്രീഡിങ്ങിന് ഇവിടെ നമ്മളൊരു ചെറിയ സെറ്റപ്പ് കൂടെ പണിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ട്രേ വെച്ചിട്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ബ്രീഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. റെഡ് ഇയർ കോയി മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലുള്ള നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടോ, അത്യാവശ്യം ഇപ്പൊ ബ്രീഡിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഫിഷുകളാണല്ലോ. നല്ലതല്ലേ. ഓക്കെ. നമ്മളിപ്പോൾ ഈ കാണിച്ച ഫീമെയിലിനൊക്കെ എത്ര ഏജ് ആയിട്ടുണ്ടാവും? ഇപ്പോൾ ഇതിപ്പോൾ ഒരു 4 മാസം 5 മാസം ആ ഒരു ഏജ് ഒക്കെയാണ്. നല്ല ഏജ് ആയിട്ടുള്ള ഫീമെയിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഒരു കളറിലേക്കൊക്കെ വരും. കണ്ടോ, ശരിക്കും നല്ലൊരു ഡിഫറെന്റ് കളറിലേക്ക് നമുക്ക് അതിനെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നെറ്റിൽ കോരി കാണിച്ചു തരാം. അങ്ങനെ എത്തൂല്ലേ? അതെ. ക്യാപ്പ് ബാക്കിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നല്ലൊരു കളർ, എന്താ പറയാ, പ്രത്യേക ഒരു ഡാർക്ക് റെഡ് ആണ് ഇതിന്റെ. അത് തന്നെ ഒരു ഭംഗി. കൊടുക്കാനുള്ളത് നോക്കല്ലേ? അപ്പൊ ഇതാണ് ഗ്ലാസ്സിക്ക് എടുത്ത കൊയ് അല്ലേ? അതെ അതെ, ഇതാണ് നമ്മളുടെ റെഡ് ഇയർ കോയി അല്ലേ? പിന്നെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു കളറ് ഇയർ അതൊക്കെ വരാനായിട്ട്. അപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ടാങ്കുകളിലിട്ട് ഓവർഫീഡൊക്കെ ചെയ്ത് അവർക്ക് നമുക്കൊരു ഇത്തിരി ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ ഒരു 2 മാസം കൊണ്ടൊക്കെ നമുക്ക് ഇയറൊക്കെ കാര്യങ്ങളൊക്കെ കയറി വരും. പക്ഷെ ഫിഷ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ ആണ് ആ ഫിഷ് വളരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ടമ്മി ഏരിയ, അതായത് അതിന്റെ വയറിന്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ വളർത്തി കൊണ്ടുവരുന്ന ഒരു ഫിഷാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ എപ്പോഴും ബ്രൂഡ്സിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ജനറേഷനും നല്ല ജനറേഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ. ഇവിടെ ഇപ്പൊ കുറെ ബേസിനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഇപ്പൊ കണ്ടില്ലേ ആ സ്റ്റാൻഡ്, അതുമ്മക്ക് വെക്കാനുള്ളത് ഓരോരോ ടാങ്കുകളായിട്ട് സ്റ്റാൻഡ് ഇടൂല്ലേ, അതിന് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളത്. അതെ, അതുമ്മ സെപ്പറേറ്റ് വെച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാന്നുള്ളൊരു മൈൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കറക്റ്റ് ബാച്ച് തിരിച്ചിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. നമ്മളൊരു ഐറ്റം ഗപ്പിക്ക് ശരിക്കും ഇത്രയും ടാങ്ക് വേണം, എന്നാലേ ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റിയിൽ ശരിക്കും ഗപ്പിനെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പല ബേസിനുകൾ തിരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിലേക്ക് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലേസിനൊക്കെ സെറ്റപ്പ് ആക്കി. ഇപ്പോൾ ഒരു ഐറ്റം ഇപ്പോൾ കുറേ കൂടെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഓരോ ബാച്ച് തിരിക്കാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വലി ആകുമ്പോൾ കുറച്ചുകൂടി റിസൾട്ടും കൂടുതലാണ്, നല്ല റിസൾട്ട് കൂടുതലാണ്. അപ്പോൾ ഒരു ഐറ്റം ഗപ്പിക്ക് വേണ്ടി ഇപ്പോൾ എത്ര ടാങ്കുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഗപ്പികൾ നോക്കാം. അടുത്തൊരു സംഭവമുള്ളത് ഇത് നമ്മുടെ പ്ലാറ്റിനം കൊയ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. പ്ലാറ്റിനം റെഡ് അല്ല, പ്ലാറ്റിനം കൊയ് വരുന്നത്. അതെ, കൊയ് ടൈപ്പ് ഹെഡ് വരും. പിന്നെ നല്ല ഡാർക്ക് ഇയർ വരും. അതിന്റെ ഡാർക്ക് വരുന്നത് നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത്. ഇപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റേബിൾ പറയാമോ? സ്റ്റെബിലിറ്റി ഒരു 80-90% വരെ നമുക്ക് പറയാം, കുഴപ്പമില്ല. അതെ അതെ, ഉള്ളത് നല്ല അടിപൊളിയാവും അല്ലേ? അതെ അതെ, അത് കിട്ടും, സൂപ്പറായിട്ട് കിട്ടും. അടുത്ത നമ്മുടെ ഗ്ലാസ്സിലുള്ളത്
ഇത് നമ്മളുടെ HB ബ്ലൂവിന്റെ റിബൺ വെറൈറ്റി ആണ്. HB ബ്ലൂ റിബൺ, അതും ഒരു ഗൾവിംഗ് വെറൈറ്റി ആണ്. ഫീമെയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗൾവിങ്സ് കാണിക്കുന്നു അല്ലേ? HB ബ്ലൂ എന്ന് സ്വതവേ ഇറങ്ങാറുണ്ട്. ഇത് പുതിയൊരു ഐറ്റം ആവും അല്ലേ? ഇത് നമുക്കൊരു പുതിയതല്ല, ഇതും കുറച്ച് നാളായിട്ടുള്ള ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മളത് ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതെങ്ങനെ സ്റ്റെബിലിറ്റി ഉണ്ടോ? അപ്പൊ അത് സ്റ്റേബിൾ ആണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ റിബൺ വെറൈറ്റി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിനകത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു റെഡിഷ് കളർ ഉള്ളത് കുറച്ചിറങ്ങും. വളരെ കുറച്ച്, അതായത് ഒരു 100 കുട്ടികൾ ഇറങ്ങി അതിൽ നിന്ന് ഒരു 3-4 എണ്ണം ആ ഒരു കളർ ഉണ്ടാവും. അപ്പൊ 100% സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഒരു ഗപ്പിയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം അതുപോലെ തന്നെ കിട്ടുന്നത് ജനറ്റിക്കലി പഴയ കാലത്തുള്ള ട്രാൻസ്ഫറിങ് വരെ അവരുടെ ഇതിൽ നിന്ന് വരും. കാണിക്കും അല്ലേ? അതെ, കാണിക്കും. അടുത്തത് ഇത് നമ്മുടെ HB റെഡ് റോസിന്റെ സോളോ റിബൺ വെറൈറ്റി ആണ്. സോളോ റിബൺ എന്ന് പറഞ്ഞാലേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ടൈലാണ് ഇതിന് വരിക. നല്ല സൈസ് ഉണ്ട് അല്ലേ ഇതിന്റെ ഫീമെയിൽസിന്റെ ടൈല്. അപ്പൊ ഇതിനെ ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും ഇത് ഫിഷ് എന്താ ഇങ്ങനെ നിൽക്കുന്നത്. ആക്ച്വലി അതിന്റെ സ്റ്റൈൽ അതാണ്. കാരണം അതായത് അത്രയും ഹെവി ടൈല് വരുമ്പോ എല്ലാ ഫിഷിനും ആ ഒരു സംഭവം ഉണ്ട്. ഒരിക്കലും ഒരു ജനറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അതൊരു ബെൻഡോ അല്ല, അത് അങ്ങനെയാണ് ആ ഫിഷിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതെ അതെ. HB റെഡ് റോസ് സോളോ റിബൺ. അടുത്തത് ഇത് നമ്മുടെ HB പ്ലാസ്റ്റില് അതിന്റെ സോളോ ടൈല് വെറൈറ്റി ആണ്. സോളോ ടൈല് വരുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ മാതിരി സോളോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. വലിയ കാര്യമായിട്ടുള്ള എന്താ പറയാ ഇതൊന്നും വേണ്ട. ഫസ്റ്റ് വീഡിയോ നമ്മള് എടുത്ത അതിന്റെ സോളോ ടൈപ്പ് ആണ്. നമ്മളിപ്പോ ഇവിടെ പ്രീമിയം ക്വാളിറ്റിയിൽ ഗപ്പികളല്ല ചെയ്യുന്നത്. അപ്പൊ അതിന് എങ്ങനെയാ ഇവിടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻ്റെനൻസ് നമുക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ വെള്ളം സൈഫണും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന രീതിയിലൊരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതില് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യും, അതിനകത്ത് അടിയിൽ വരുന്ന സെഡിമെന്റ്സ് നമുക്ക് സെപ്പറേറ്റ് വേറെ എടുക്കും. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ ബ്രൂഡൊക്കെ എങ്ങനെ എടുക്കുന്നതിലുണ്ടോ? അതിന് ബ്രൂഡ് എടുക്കാന്ന് പറഞ്ഞപ്പോ ഇതിനകത്തുനിന്ന് ബ്രൂഡ് എടുക്കേ. അതെ. ബ്രൂഡ് എത്ര പേർ മറ്റേ ആദ്യത്തെ ഫാമിലി കണ്ടപ്പോൾ ഇത് സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആവുന്ന ഫിഷുകൾ മാത്രം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോ 2 പേരായിരിക്കാം, ചിലപ്പോ 4 പേരായിരിക്കാം, ഡിപ്പെൻസ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കുറവാണ്. അതിനുള്ള കുറച്ചും കൂടെ കൂടുതൽ കയറ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഷെഡിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ CM ചില്ലി മൊസൈക്ക്. റിബൺ നല്ല ഐറ്റാ. നല്ല ഇയറൊക്കെ നല്ല ക്വാളിറ്റിയിൽ കാണിക്കുന്നത് അല്ലേ? ഫുള്ള് പ്ലാറ്റിന ഫില്ലായി വരുന്നത്. അതെ, നല്ല അടിപൊളി ഫിഷാണ്. നല്ല ആക്റ്റീവ് ആണ് കേട്ടോ ഇവര്. ചില്ലി മൊസൈക്ക് സ്വതവേ എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും, വെറുതെ ഇരിക്കില്ല. ഇത് നമ്മളുടെ കോബ്ര റെഡ് ടൈല്. നല്ല ബോഡിയില് നല്ല പ്രിന്റ് ഉണ്ട്. കോബ്ര പ്രിന്റ് വരും. സ്നേക്ക് എന്താ പറയാ, സ്നേക്കിന്റെ ഒരു പാറ്റേൺ ഒക്കെ അതാണ് ബോഡിയിൽ കാണിക്കുന്നത്. ആൽബിനോ വരുന്നത്. ആൽബിനോ ടൈപ്പ് ആണ്. നല്ല ഫിഷ് ആട്ടോ. നല്ല വൈഡ് ടൈലൊക്കെ കിട്ടും. നല്ല ഡെൽറ്റ ടൈല് പോലെ ഇങ്ങനെ വീതിയിൽ വരും. അടുത്തത് അത് നമ്മളുടെ പർപ്പിൾ ബെറി ഡ്രാഗണില് നമുക്ക് മറ്റേ റിബൺ വരുന്ന വെറൈറ്റി. നല്ല അടിപൊളിയാ. ടൈല് നല്ല ഡ്രാഗൺ പ്രിന്റ് വരുന്നു അല്ലേ? നല്ല ഡാർക്ക് പ്രിന്റ് ആണ്. ഇത്തിരി ഡാർക്ക് കളേഴ്സ് നോക്കുന്നവരുണ്ടാവും ഇഷ്ടംപോലെ. അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ ഇത് നമ്മളുടെ പ്ലാറ്റിനം വൈറ്റിന്റെ റിബൺ വെറൈറ്റി. റിബൺ വരുന്നത്. നല്ല ഫിഷ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വൈറ്റ് കളർ പൊതുവെ കുറെ ആൾക്കാർ പറയും വൈറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മുടെ മെറ്റൽ യെല്ലോ മൊസൈക്ക്. യെല്ലോ മൊസൈക്കിൽ തന്നെ മെറ്റൽ ബോഡി, അതായത് കുറച്ചുകൂടി മെറ്റൽ പ്രിന്റ് വരുന്നത് അല്ലേ? മെറ്റൽ കളർ വരും. പിന്നെ കുറച്ചുകൂടി തിക്ക് ബോഡിയാണ്, തിക്നെസ് ബോഡി വരുന്നത്. പുതിയ ഐറ്റം ഇവിടെ മുമ്പുള്ളതാണ്. റയർ ആയിട്ടാവും അല്ലേ? കുറച്ചധികം അങ്ങനെ പോപ്പുലർ ആയിട്ട് മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അടുത്തത് നോക്കാൻ പോകുന്നേ ഇത് നമ്മളുടെ പ്ലാറ്റിന റെഡിന്റെ തന്നെ റൗണ്ട് ടൈൽ വെറൈറ്റി. റൗണ്ട് ടൈൽ ആയിട്ട് വരുന്നത് അല്ലേ? ഇയർ എന്തായാലും പക്കായിട്ട് കിട്ടും. അതിന്റെ ടൈലിന്റെ ഷേപ്പ് റൗണ്ട് വരും. അതെ, അതാണ് അതിന്റെ പ്രത്യേകത.
പ്ലാറ്റിനം കളർ ഫില്ലായി വരില്ലത്? ആ പിന്നെന്താ, നന്നായി വരും. നല്ല ഫില്ലായി വരുന്നതായിട്ടാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മളുടെ പിങ്കു, ഡെൽറ്റ പിങ്കുവിന്റെ, ഓ ഡെൽറ്റ പിങ്കുവിന്റെ തന്നെ നല്ല സീഫിന്, ഗൾവിങ്, റിബൺ എല്ലാം ഉണ്ട്. ഇനി അതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല. ഓക്കെ ഓക്കെ. ഫീമെയിൽ നല്ല ടൈപ്പായി വരുന്നു അല്ലേ? നല്ല ഫിഷ്, നല്ല അടിപൊളി. ഓക്കെ. നല്ല ഹെൽത്തി ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് ഐയിൽ വരുന്നത്. അതെ. പിന്നെ ഈ ഒരു ഗപ്പിക്ക് നമുക്കൊന്നും പറയാനില്ല അല്ലേ? ഇല്ല, അത്യാവശ്യം നല്ല അൽബിനോ വെറൈറ്റിയിൽ നല്ലൊരു കളർ വരുന്നതാണ്. മെറ്റൽ റെഡ് റോസ് പറയുന്നൊരു മെറ്റൽ റെഡ് റോസ് അല്ലേ? ഓക്കെ. അൽബിനോ, ഇതിന്റെ ബ്ലാക്ക് ഐ നമ്മുടെ അടുത്തുണ്ടോ? ഇല്ല, ഇപ്പൊ അവൈലബിൾ അല്ല. അൽബിനോ വരുന്നത്, അൽബിനോ ആണുള്ളത്. അൽബിനോ ഭംഗി. അതെ അതെ, നല്ല ടെയിലിന് എൻ്റെ ഹൈലൈറ്റ്. അടുത്തത് ഈ 2 ടാങ്കിലുള്ളത്, ഇത് നമ്മളുടെ ഫുൾ ഗോൾഡിന്റെ റിബൺ വെറൈറ്റി. നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. അതെ അതെ, 916 ഗോൾഡ് എന്നൊക്കെ പറയാം അല്ലേ? അതെ, സ്വർണ്ണത്തിന് ഇപ്പോൾ ഭയങ്കര വിലയല്ലേ? അതെ അതെ. അപ്പോൾ അത് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ഫുൾ ഗോൾഡ് റിബൺ. അടുത്തത് ഇത് നമ്മളുടെ ബ്ലാക്ക് റിബൺ വരുന്നത്, ബ്ലാക്കിൽ അല്ലേ? ആ ബ്ലാക്ക് നല്ല ലോങ് ബോഡി വരുന്നത്, ഇയറും കാണിക്കും. അതെ അതെ, അത് കുറച്ച് ലീൻ ബോഡിയാണ് അവർക്ക് വരിക. നല്ല ഒരു ചെറിയ ഇയർ ക്വാളിറ്റി നമുക്ക് കാണിക്കും. ഓക്കെ ഓക്കെ. അതിന്റെ ഫീമെയിൽ നല്ല അത്യാവശ്യം ബ്ലാക്ക് കാണിക്കും അല്ലേ? ഫീമെയിൽ അത്യാവശ്യം ബ്ലാക്ക് ആണ്. നല്ല റിബൺ വരും, നേരത്തെ പറഞ്ഞ മാതിരി ഒരു റൗണ്ട് ബോഡിയാണ്. നല്ല അടിപൊളി. അപ്പൊ നമ്മളൊരു 15 വെറൈറ്റി കൈപ്പകൾ നോക്കി അല്ലേ? ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏത് സമയത്തും സ്റ്റോക്ക് പറയാൻ പറ്റില്ല. സ്റ്റോക്ക് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചല്ലേ. അതെ, നമുക്ക് ഇപ്പോ സെയിലൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കുന്നവർക്ക് ഉള്ളതിനനുസരിച്ച് നമ്മൾ എടുത്തു വെക്കുന്ന പരിപാടി. പിന്നെ കൂടുതൽ എണ്ണം കുറവായിരിക്കും. ഇത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുന്നു. അത് അതിനുള്ള എന്താ പറയാ, ബൾക്ക് പോലെ നമ്മൾ ചെയ്യാറില്ല. എന്തായാലും ഇതിന് സെപ്പറേറ്റ് വേറെ കെയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഭാഗത്തേക്കും കൊറിയർ അവൈലബിൾ ആണ്. അത് ചെയ്യാം. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, കുട്ടികളാണ് വിളിക്കുന്നതെങ്കിലും പാരന്റ്സ് ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ കെപ്പികളെ ഫാം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ബൈ.